മാധവിക്കുട്ടി പുന്നയൂർക്കുളത്തിന്റെ സൗന്ദര്യം, നീർമാതളത്തിന്റെ സംഗീതം. ആ മാധവിക്കുട്ടി ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ചു, മുസ്ലിമാകണമെന്ന് താല്പര്യപ്പെട്ടു. ഒടുവിൽ അടുത്തു വന്ന മുതഅല്ലിമുകളോട് അവരാവശ്യപ്പെട്ടു, എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തരണം. ആ മുതഅല്ലിമുകളോട് അവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആ മുതഅല്ലിമീങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കാന്തപുര ഉസ്താദിന്റെ മക്കളാണ്. മാധവിക്കുട്ടി പറഞ്ഞു, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാന്തപുര ഉസ്താദിന്റെ മക്കളാണ്, എനിക്ക് സമയം ഇപ്പോൾ അടുത്തിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ ഷഹാദത്ത് ചൊല്ലിത്തരൂ. മർക്കസിലെ ഇഹ്യാ സുന്നയുടെ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ സഖാഫി പേഴപ്പാക്ക് പള്ളി, അന്ന് അദ്ദേഹം വെറുമൊരു അബ്ദുൽ ജബ്ബാർ മാത്രം. കുറ്റിപ്പുറത്തിന്റെ പരിസരത്ത് നടക്കാവെന്ന പ്രദേശം, അവിടെ അഷ്റഫ് എന്ന നമ്മുടെ സുഹൃത്ത് ഇഹ്യാ സുന്നയുടെ സെക്രട്ടറി, അവര് രണ്ടുപേരും മാധവിക്കുട്ടിക്ക് അർത്ഥം പറഞ്ഞു കൊടുത്തു, പിന്നെ ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തു. അൽഹംദുലില്ലാഹ്, അവർ കമലാ സുരയ്യ എന്ന പേര് സ്വീകരിച്ചു. ദഅ്വാ പ്രവർത്തനങ്ങൾക്കിടയിൽ രാജ്യത്ത് വലിയ വലിയ സേവന പ്രവർത്തനങ്ങൾ, അതിന്റെ സ്തൂമന്ദഹാസമാണ്, വലിയ തലക്കെട്ടാണ്. ആഭിജാത്യത്തിന്റെ ആ അഭിമാനത്തിന്റെ പേരാണ് സുൽത്താനുൽ ഉലമാ.